എന്തൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങൾ കൊച്ചിക്കാർ അതൊക്കെ മറക്കുന്ന ഒരു ദിവസമുണ്ട്. ഡിസംബർ 31, അതായത് കൊച്ചിൻ കാർണിവൽ. ഈ കൊച്ചിൻ കാർണിവൽ കാണാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലായിടത്തുനിന്നും ഒരുപാട് പേര് കൊച്ചിയിൽ എത്തിച്ചേരാറുണ്ട്. കേരളത്തിൽ മാത്രമല്ല കേട്ടോ, കേരളത്തിന് പുറത്തുള്ള ആൾക്കാരും കൊച്ചിൻ കാർണിവൽ കാണാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അതായത് ഫോർട്ട് കൊച്ചിയിൽ വെളി ഗ്രൗണ്ടിൽ വലിയൊരു ക്രിസ്മസ് ട്രീ എല്ലാ വർഷവും കത്തിക്കാറുണ്ട്, ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട്. അതുപോലെ തന്നെ 31 രാത്രിയിൽ 12 മണിക്ക് അവിടെ ഒരു വലിയൊരു ക്രിസ്മസ് പപ്പായ കത്തിക്കുന്ന ഒരു ചടങ്ങും കൂടെ കൊച്ചിക്കാർക്കുണ്ട്. അപ്പം ഈ ഒരു കത്തിക്കൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെയുള്ള എല്ലാ വർഷങ്ങളിലും കൊച്ചിയിൽ പോവാറുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പോയില്ല, കാരണം കൊച്ചി ഒന്ന് മാറ്റിയിട്ട് ഞാൻ മലയാറ്റൂരത്തെ ആഘോഷം കാണാൻ പോയി, പക്ഷെ കാണാൻ സാധിച്ചില്ല. അപ്പം അതുപോലെ തന്നെ കൊച്ചിയിലെ പല പല സൈഡിലും ഇതുപോലെ പപ്പാനിയെ കത്തിക്കുന്നുണ്ടായിരുന്നു. ഈ വർഷം ഭയങ്കര തിരക്കും എൻ്റെ വർക്കും എല്ലാം കാരണം എനിക്ക് ഫോർട്ട് കൊച്ചി വരെയോ അല്ലെങ്കിൽ മലയാറ്റൂർ വരെയോ പോകാൻ പറ്റിയില്ല. അതുമാത്രമല്ല, ഈ വർഷം കൊച്ചിയിൽ പപ്പാനിയെ കത്തിക്കുന്നില്ല എന്നറിഞ്ഞത് കൊണ്ട് തന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള NGO ക്വാർട്ടേഴ്സിൻ്റെ അവിടെയാണ് ഞാൻ ഈ വർഷത്തെ പപ്പാനിയെ കാണാൻ പോയത്. ഭയങ്കര തിരക്കായിരുന്നു. ഫോർട്ട് കൊച്ചിയിലെ കത്തിക്കുന്നില്ല എന്നറിഞ്ഞിട്ടാന്ന് തോന്നുന്നു ജനങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ വർഷത്തെ ന്യൂ ഇയർ അടിപൊളിയായിട്ട് അടുത്ത് നിന്ന് കാണാൻ പറ്റി. ഹാപ്പി ന്യൂ ഇയർ.